ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. കീർത്തിക്കും ഞാൻ എന്നേശുപരാ, കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ എന്നേശുപരാ,
പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. കഴിഞ്ഞ പ്രാവശ്യം നാം ധ്യാനിച്ചത് ദൈവത്തിൽ നിന്ന് നല്ല സാക്ഷ്യം ലഭിച്ച വിശ്വാസ വീരന്മാരെ കുറിച്ചാണ്. നാം കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിക്കുകയുണ്ടായി ഇയ്യോബിനെ കുറിച്ച്. നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകന്നവനുമായിരുന്നു എന്ന നല്ലവനായ ദൈവം സാത്താനോട് വളരെ വ്യക്തമായി പറയുകയാണ്. രണ്ടാമത് നാം ചിന്തിച്ചു ഹാബേൽ. അവൻ നീതിമാനായിരുന്നു. ഹി വാസ് എ റൈറ്റിയസ് മാൻ. നീതിമാൻ ആരുമില്ല, പക്ഷെ കാൽവറി കോടതി ഭാവിയായ മനുഷ്യനെ നീതിമാനെന്ന് ഡിക്ലെയർ ചെയ്യുകയാണ്. മൂന്നാമത് നാം ചിന്തിച്ചത് ഹാനോക്കിനെ കുറിച്ചാണ്. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു ദൈവദാസൻ. കുടുംബമായി പ്രാരാബ്ധത്തോടു കൂടി നീണ്ട 300 വർഷക്കാലം ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ടതായ ശ്രേഷ്ഠനായ ഒരു ദൈവദാസൻ. വൺ ഹു പ്ലീസ്ഡ് ഗോഡ്. നാലാമത് നാം ധ്യാനിക്കുകയുണ്ടായി കാലേബ്. 2 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, വേറൊരു സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. 2, യഹോവയോട് പറ്റിച്ചേർന്ന് നിന്നവനായിരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം ധ്യാനിക്കുന്ന 5-ാമത്തെ കാര്യമാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. ആരുടെ കാര്യമാണ് അവിടെ പറയുന്നത്? ദൈവം എന്താണ് ആ വ്യക്തിയെക്കുറിച്ച് സാക്ഷിക്കുന്നത്? യാക്കോബ് 2:23. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ളത് തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന സാക്ഷ്യം. എബ്രഹാം വാസ് കോൾഡ് ദി ഫ്രണ്ട് ഓഫ് ഗോഡ്. ആരുടെ സ്നേഹിതനാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി, അമേരിക്കൻ പ്രസിഡന്റോ? എൻ്റെ വ്യക്തിപരമായി ഞങ്ങൾ അടുത്ത ഉറ്റമിത്രങ്ങളാണ്, സ്നേഹിതരാണ് എന്ന് പറയാൻ അതൊരു പദവിയല്ലേ? ദൈവമക്കളെ, ഇത് ആരുടെ സ്നേഹിതനാണ്? അഗ്നിമാന്മാരാരെ നോക്കി വിറയ്ക്കുന്ന തേജമയനായ, അണ്ടകടാകത്തിൻ്റെ ഉടയവനായ, മാലാഖമാരെ മുഖം മൂടിക്കൊണ്ട് ആരാധിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹിതൻ. ഹല്ലേലൂയ. ഒന്നും മറച്ചു വെക്കാതെ ദൈവമെല്ലാം ഹൃദയം തുറന്നു പറയുന്നതായ ഒരു വ്യക്തി. എ ഫ്രണ്ട് ഓഫ് ഗോഡ്. ഏശയ്യ 41:8. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. നീയോ എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. എന്ത് മനോഹരമായ ഒരു പദപ്രയോഗമാണ്. 2 ദിനവൃത്താന്തം കൂടി എടുക്കാമോ? 2 ദിനവൃത്താന്തം. ദൈവം ആവർത്തിച്ച് അബ്രഹാമിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ഉപയോഗിക്കുന്ന മനോഹരമായ ഒരു പദപ്രയോഗമാണ്. 2 ദിനവൃത്താന്തം 20-ാമത്തെ വാക്യം, 20-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. സ്നേഹിതനായ അബ്രഹാം, വെറുതെ അബ്രഹാം എന്നല്ല പറയുന്നത്, എൻ്റെ സ്നേഹിതനായ അബ്രഹാം. ദൈവം നമ്മെ സ്നേഹിച്ചു. ഞാൻ അവനെ സ്നേഹിച്ചല്ല, അവൻ എന്നെ സ്നേഹിച്ചതാണ്. നമുക്ക്
കൊടുക്കാൻ സാധിക്കുന്ന ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല. എൻ്റെ കുറേ പണമല്ല, എൻ്റെ കുറേ പ്രവർത്തനങ്ങളല്ല, എൻ്റെ വാഹനമല്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവായി യേശു ക്രിസ്തു ആണിപ്പഴുതുള്ള കാലുകളുമായി തന്നെ തള്ളിപ്പറഞ്ഞ് പടകും വലയും എടുത്തുകൊണ്ട് ഒരിക്കൽ ഉപേക്ഷിച്ചതായ പ്രവൃത്തിയിലേക്കും ജീവിതത്തിലേക്കും മടങ്ങിപ്പോയതായ, നിരാശപ്പെട്ട് പിന്മാറിപ്പോയതായ പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരെ തേടി പോവുകയാണ് കടൽക്കരയിലേക്ക്. എന്നിട്ട് പത്രോസ് വിളിച്ച് മാറ്റിക്കൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? എനിക്ക് ദൈവമക്കളിൽ നിന്ന് കർത്താവിന് ആവശ്യമായിരിക്കുന്ന സ്നേഹമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം മനോഹരമായിരിക്കുന്നൊരു പദപ്രയോഗമാണ് അബ്രഹാമിൻ്റെ സ്നേഹിതനാണ്. നമുക്കും ആ ഒരു പദവി ലഭിക്കണമോ? അതെങ്ങനെ സാധിക്കും? അതെങ്ങനെ സാധിക്കും? പണം കൊടുത്താൽ നടക്കുമോ? കുറേ സുവിശേഷ വേല ചെയ്താൽ മതിയോ? വളരെ വ്യക്തമായി യോഹന്നാൻ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ വസിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹിതനെന്നുള്ളതായ പദവിയിലേക്ക് ഞാൻ വരണമെങ്കിൽ അവൻ്റെ വചനം പ്രമാണിക്കണം. യോഹന്നാൻ 15-ാം അധ്യായം എടുത്ത് അതിൻ്റെ 10-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പരിപൂർണമായി സ്വന്തം ജീവിതത്തിൽ നിറവേറ്റിയതുപോലെ നാമും ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിതം ക്രമീകരിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറാം. ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ ആരെല്ലാം ആ ഒരു തീരുമാനത്തിലേക്ക് വരുന്നുണ്ട്? ഈ ഒരു വിളി കേൾക്കണ്ടേ? ദൈവത്തിൻ്റെ സ്തോത്രം. എത്ര മനോഹരമായിരിക്കുന്ന സ്നേഹത്തിൻ്റെ ശബ്ദമാണത്. ഹല്ലേലൂയ, ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. അതൊരു അനുഗ്രഹമാണ് ദൈവമക്കളെ, അത് തികച്ചും ഒരു അനുഗ്രഹമാണ്. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസികളുടെ പിതാവാണ്, ശരിയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം എടുത്ത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതലായിരിക്കുന്ന വാക്യങ്ങൾ, 12-ാം അധ്യായത്തിൻ്റെ 1 മുതലായിരിക്കുന്ന വാക്യങ്ങൾ. യഹോവ അബ്രഹാമിനോട് അരുളിച്ചതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിസ്സാരമായ കാര്യമാണ്. കാണിപ്പാനിരിക്കുന്ന ദേശം ഇറങ്ങി പുറപ്പെട്ടു. മാത്രമല്ല, ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ വാഗ്ദത്ത സന്തതിയാണ്, കാത്തിരുന്ന് ലഭിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. കടൽ കരയിലെ മണൽത്തരികൾ പോലെ തലമുറകളെ തരാമെന്നുള്ളൊരു വാഗ്ദത്തമുണ്ട്. അത് മുഴുവൻ ഇസ്ഹാക്കിൽ നിന്നല്ല വരേണ്ടത്. പക്ഷെ അവനെയാണ് യാഗമർപ്പിക്കാൻ പറഞ്ഞത്, സംശയമില്ല. ദൈവത്തിന് സ്തോത്രം. ആത്മീയ ജീവിതത്തിൽ ദൈവത്തിന് സ്നേഹം പിടിച്ചു പറ്റണമെങ്കിൽ കുറുക്കുവഴികൾ യാതൊന്നുമില്ല. ദൈവമക്കൾ ചെവി തുറന്ന് ചങ്ക് തുറന്ന് കേൾക്കണം. സമ്പൂർണമായിരിക്കുന്ന അനുസരണം, സമ്പൂർണമായിരിക്കുന്ന വിധേയത്വം, വില കൊടുക്കുന്നതായ അനുസരണം ഉണ്ടായിരിക്കണം. പിതാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നുള്ള നല്ല വാക്കുകളല്ല പറഞ്ഞത്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആവർത്തിച്ച് പറയുകയും ധ്യാനിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണ്. പിതാവായ ദൈവം എന്നെ സ്നേഹിച്ചു, ഏകജാതനായ പുത്രനെ നൽകിക്കൊണ്ട്. ഏകജാതനായ പുത്രനെ എന്നെ സ്നേഹിച്ചു, കാൽവറിയിൽ ജീവൻ മറുവിലിയായി തന്നുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് എന്നെ സ്നേഹിക്കുന്നു. സത്യവചനം ശരിയായി പഠിപ്പിച്ച് വഴി ഇതിലെന്ന് പറഞ്ഞു തന്ന് ആത്മാവിനെ പകർന്നു തന്ന് വഴി നടത്തിക്കൊണ്ട്. ഈ സ്വർഗീയ തൃത്വം ഇന്നും സജീവമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, പാവപ്പെട്ട അടിയൻ ലഭിച്ച ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത് വിശ്വസിക്കാനുള്ള കൃപ. ദൈവമക്കളെ, അതൊരു തോന്നലല്ല. കൃപയാൽ ഫോർ മീ ജീസസ് ക്രൈസ്റ്റ് ലിവിങ് റിയാലിറ്റി. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ വിശ്വസിക്കാനൊരു കൃപ. നന്ദിയോടെ സ്തോത്രം. അത് കൃപയാണ്. ഞാൻ ഒരു കൃപയുടെ പൈതലാണ്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അവൻ എനിക്ക് വേണ്ടി ഒരു സ്നേഹത്തിൻ്റെ രാജ്യം ഒരുക്കുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് തുറന്ന സ്നേഹത്തിൻ്റെ വഴിയാണ് കാൽവറിയിൽ തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി ഉണ്ടാക്കിയത്.
ദൈവമക്കളെ, ആ സ്നേഹത്തിൻ്റെ രാജ്യത്തിൽ സ്നേഹത്തിൻ്റെ ഉടയവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മണവർ ഒരുങ്ങി തീർന്നു കഴിയുമ്പോൾ മണവാട്ടിയെ ചേർക്കാനായിട്ട് വരും. ഇതൊരു പിരിയാത്ത സ്നേഹബന്ധമാണ്. തന്നിനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുന്ന പോലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അതാണ്. കുറേ പ്രവർത്തനങ്ങളല്ല, പണം കൊടുക്കുന്നതല്ല. ദൈവമക്കളെ, ജയം വേണോ നിങ്ങൾക്ക്? ആത്മീയ ജീവിതത്തിൽ ജയം വേണോ? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക. ന്യായപ്രമാണം മുഴുവൻ അതിൽ അടങ്ങിയിരിക്കുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുക. ദൈവമക്കളെ, നമ്മുടെ കുടുംബം ഒരു സ്നേഹത്തിൻ്റെ സർവകലാശാലയായിരിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ നിങ്ങൾ തള്ളി? അത് വലിയ പാപമാണ്. ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ പറയും, ഈ ലോകത്തിന് വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ ഒരു ഉറപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ. ഹല്ലേലൂയ. ആ ഒരു പദവി പ്രാപിച്ചുകൊണ്ട് വേണം നമ്മൾ കണ്ണടയ്ക്കാൻ. നന്ദിയോടെ സ്തോത്രം. അടുത്തതായ സാക്ഷിമാരെക്കുറിച്ചാണ് സംഖ്യാപുസ്തകം 12-ാം അധ്യായം എടുത്തി. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. മോശെ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, സാക്ഷ്യങ്ങളെല്ലാം കേട്ട് വരുമ്പോഴേക്കും ഞാനങ്ങ് ചെറുതായി പോവുകയാണെന്ന് എനിക്ക് തോന്നുകയാണ്. അടുത്തത് ആരെക്കുറിച്ചാണ്? മോശയെക്കുറിച്ചാണ് പറയുന്നത്. ഭൂതലത്തിലെ സകല മനുഷ്യരിലും വെച്ച് അതിസൗമ്യൻ. More humble than anyone in the face of the earth. More humble than anybody in the biological world. ആരാണ് ദൈവമക്കളെ സാക്ഷിച്ചത്? രഹസ്യങ്ങൾ അറിയുന്ന ദൈവമാണ്. പുറമേയുള്ള വിനയമൊന്നുമല്ല, പുറമേയുള്ള താഴ്മയൊന്നുമല്ല, വിനയം നടിക്കുന്നതല്ല. അതൊന്നും ദൈവസന്നിധിയിൽ ചെലവാകുകയില്ലല്ലോ. പക്ഷേ ദൈവം നോക്കിയിട്ട് പറഞ്ഞു, ഭൂതലത്തിൽ എനിക്ക് ഏറ്റവും വിനയമുള്ള ഒരു വ്യക്തിയെ അറിയാം, അത് മോശയാണ്. ഇവിടെയാണ് വേദപുസ്തകത്തിൽ ഊന്നി പറയുന്നത്, മോർ ഹംബിൾ, എ കൈൻഡ്, എ ജെന്റിൽ, എ ഹംബിൾ. ദൈവത്തിൻ്റെ സ്തോത്രം. ജെന്റിൽ, കൈൻഡ് ആൻഡ് ഹംബിൾ. ദൈവമക്കളെ, നിങ്ങൾക്കറിയാം മോശയുടെ കാര്യം. സൗമ്യനൊന്നും ആയിരുന്നില്ല. മോശ സീനായി മലയിൽ നിന്ന് ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളുമായി ഇറങ്ങി വരുന്നു. പക്ഷെ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിൻ്റെ പിന്നിൽ അതിന് ചുറ്റും നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ കോപം ജ്വലിച്ചു. ദൈവമക്കളെ, കയ്യിലിരുന്ന് അങ്ങോട്ട് എറിഞ്ഞു, പൊട്ടിച്ചു, തകർത്തു. ജ്വലിച്ചു കോപിക്കുന്നൊരു വ്യക്തിയായിരുന്നു. എന്നാൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്തിന് സകലം സാധ്യമാണ്. ആരേക്കാൾ കോപിക്കുന്ന ഒരു വ്യക്തിയെ ആരേക്കാൾ സൗമ്യനാക്കി മാറ്റി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കും അപ്രകാരം ഒരു പ്രകൃതിയിലേക്ക് വരണ്ടേ? ആരാണ് ഭാഗ്യവാൻ? കർത്താവ് അതിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ എന്ത് പറഞ്ഞു? മത്തായി സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ച്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മീക്ക് ആൻഡ് ലോലി ആർ ഫോർച്ചുനേറ്റ്. ലോലി. ദൈവമക്കളെ വായിച്ചേ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സൗമ്യതയുള്ളവരാണ്, വിനയമുള്ളവരാണ്, താഴ്മയുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം അതാണെന്ന് ഞാൻ പറയും. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഒരു കൊതി വരുന്നുണ്ടോ? എനിക്കൊന്ന് സൗമ്യത ധരിക്കണമെന്നല്ലോ. നമുക്കത് ഒട്ടുമില്ലല്ലോ ദൈവമക്കളെ. തൻ്റെ ഇടത്തോടെ പ്രാഗൽഭ്യത്തോടെ നട്ടെല്ല് നിവൃത്തി ആരുടെയും മുമ്പിൽ തല ഉനിക്കാതെ അഹങ്കാരികളായി മുന്നോട്ട് പോകുന്ന തലമുറയുടെ മധ്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിൻഗാമികളായിരിക്കുന്ന നാം ഓരോരുത്തരും വിനയത്തിൻ്റെ സൽസ്വഭാവം പേറിക്കൊണ്ടെന്ന് മുന്നോട്ട് പോകാനുള്ള താല്പര്യം നിങ്ങൾക്കൊന്ന് കാണിക്കാമോ? കന്യാമാതാവിൻ്റെ പ്രകൃതി അതായിരുന്നല്ലോ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. നിങ്ങൾക്കറിയാമല്ലോ ദൈവമക്കളെ, ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോഴേക്കും സൗമ്യത ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ. ഹല്ലേലൂയ, ദൈവമക്കളെ,
ആത്മാവിൽ നിറഞ്ഞാൽ മാത്രമേ സൗമ്യത വരികയുള്ളൂ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഇന്ന് ഈ സ്വർഗീയ പ്രകൃതി ഒന്ന് വ്യാപരിച്ച് കിട്ടണം. പത്രോസ്ലീഹായും അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ, അത് സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണ്. 1 പത്രോസ് 3-ാം അധ്യായം നിങ്ങൾക്കറിയാമല്ലോ. ഒരു ദൈവവൈതലിൻ്റെ അലങ്കാരം എന്തായിരിക്കണം? അത് പുറമേയുള്ളതൊന്നുമല്ല. എന്താണ് പത്രോസ്ലീഹ പറയുന്നത്? 1 പത്രോസ് 3:3-4 വായിച്ച് 3:3-4. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെയുള്ള പുറമേയുള്ളതല്ല. പുറമേയുള്ളതായ ഭാവപ്രകടനങ്ങളൊന്നുമല്ല. പിന്നെ എന്താണ്? സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. സൗമ്യതയുള്ള ഒരു ഇന്നർ മാൻ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ക്ഷയിച്ചു പോകാത്തൊരാഭരണം. നിങ്ങൾക്കത് വേണോ ദൈവമക്കളെ? ഞാനതിൻ്റെ മർമ്മം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് പഠിക്കുന്ന യൂണിവേഴ്സിറ്റി പോയാൽ കിട്ടുകയില്ല ദൈവമക്കളെ. അത് വേറെ ആരിൽ നിന്നും മേടിച്ചെടുക്കാവുന്നതല്ല. അതിനൊരൊറ്റ വഴി മാത്രമേ കർത്താവ് പറഞ്ഞു തന്നിട്ടുള്ളൂ. ശിഷ്യന്മാരുടെ കാല് കഴുകി സൗമ്യതയുടെ പാഠം പഠിപ്പിച്ച കർത്താവായ യേശുക്രിസ്തു തൻ്റെ പിൻഗാമികളുടെ ജീവിതത്തിൽ ഈ ദിവ്യ സ്വഭാവമൊന്ന് വിളങ്ങിക്കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കർത്താവ് എന്താണ് പറഞ്ഞു തന്നത്? മത്തായി സുവിശേഷം 11-ാം അധ്യായം എടുത്ത് മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഇഫ് യു വാണ്ട് ടു ബി മീക്ക് ആൻഡ് ജെന്റിൽ ഇൻ ഹാർട്ട്, ഹൃദയത്തിൻ്റെ വിശുദ്ധിയും ഹൃദയത്തിൻ്റെ സൗമ്യതയും ജീവിതത്തിൻ്റെ താഴ്മയും കൈമുതലായി സൗഭാഗ്യമുള്ള ജീവിതം നയിക്കണമോ, ഭൂമിയെ അവകാശമാക്കണമോ, അതിനുള്ള ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. കർത്താവ് അത് പറഞ്ഞു തന്നു. വായിച്ചേ. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ, കർത്താവായ യേശുക്രിസ്തു സൗമ്യതയും താഴ്മയുമുള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എൻ്റെ മുഖം ഏറ്റുകൊണ്ട്. ഹല്ലേലൂയ. ആ മുഖം താണിറങ്ങി വന്നിട്ടുണ്ട്. നന്ദിയോടെ സ്തോത്രം. എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ഒരു മുഖം. ആ മുഖത്തിൽ 2 എണ്ണത്തിനാണ് അമ്മിക്കയറുകൊണ്ട് ബന്ധിക്കുന്നത്. ഒരു വശത്ത് കർത്താവായ യേശുക്രിസ്തു ഉണ്ട്, മറ്റേ വശത്തേക്ക് നിനക്കൊന്ന് അമിക്കപ്പെടാനായിട്ട് താണു വരാമോ? കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് കാലടികൾ എടുത്തു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അത് വിനയത്തിൻ്റെ പാതയാണ്. കർത്താവായ യേശുക്രിസ്തു സൗമ്യതയുടെ പ്രതീകമായി കഴുതപ്പുറത്ത് വാഹനമേറി ഓശാന ദിവസത്തിൽ യെരൂശലേമിലേക്ക് കടന്നു ചെന്നില്ലേ? ആ നഗരം ഇളകിയില്ലേ? ഇന്ന് നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അവൻ കുതിരപ്പുറത്ത് കയറാനല്ല ആഗ്രഹിക്കുന്നത്. അവൻ താഴ്മയുള്ളതായ, ആർക്കും വേണ്ടാത്തതായ കഴുതപ്പുറത്ത് വാഹനമേറാൻ കൊതിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കണം, വീക്ക്നെസ്, താഴ്മ എന്ന് പറയുന്നത്, വിനയം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് നോട്ട് വീക്ക്നെസ്. അത് ഒരു ബലഹീനതയൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. ബലഹീനനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതായ ആ സൗമ്യനായിരിക്കുന്ന വ്യക്തി ദൈവത്തിൽ ശക്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സൗമ്യത എന്ന് പറയുന്നത് അത് ആത്മാവിൻ്റെ ദാരിദ്ര്യബോധത്തിൻ്റെ ഒരു ലക്ഷണമാണ് ദൈവമക്കളെ. സ്വയം പൊങ്ങച്ചമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ ഒരിക്കലും പകരം വീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ എപ്പോഴും ഒന്നിനും തല പൊക്കാനായിട്ട് കൊതിക്കുന്നില്ല. ദൈവമക്കളെ, താഴ്മ നമുക്ക് ഏറ്റവും പറ്റിയതായിരിക്കുന്നൊരു വസ്ത്രമാണ്. ദൈവമക്കൾ ഓരോരുത്തരും. കൂട്ടായ്മ തകരുന്ന എപ്പോഴാണ്? ഭിന്നതകളുണ്ടാകുന്ന എപ്പോഴാണ്? കക്ഷി വഴക്കുകൾ വരുന്ന എപ്പോഴാണ്? അഹങ്കാരത്തോടെ ഓരോരുത്തരും നേതൃസ്ഥാനത്തേക്ക് തലപൊക്കി വരുമ്പോഴാണ്. അത് ഇന്നൊന്ന് താഴെ വയ്ക്കാവൂ ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് താഴാമോ? അവൻ താണവരെ ഉയർന്നവനാണ്. അവൻ ബലഹീനരെ താങ്ങുന്നവനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മോശ സകല മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. പ്രകൃതി അങ്ങനെ ആയിരുന്നില്ല. നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്കൊന്ന് ചെന്ന്, കർത്താവേ, എന്നെ ഒന്ന് താഴ്മ പഠിപ്പിക്കാമോ? ആ മുഖമേൽക്കാൻ എനിക്ക് തയ്യാറാണ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ. മോശയെക്കുറിച്ച് ഒരു സാക്ഷ്യം കൂടി പറയുന്നത് നമുക്ക് ധ്യാനിക്കാനായിട്ടുണ്ട്. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിച്ച്. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവന്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എ ഫെയ്ത്ത്ഫുൾ ഇൻ ഓൾ മൈ ഹൗസ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എബ്രായർ 3:2 കൂടി ഒന്ന് വായിക്കാമോ? എബ്രായർക്ക് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യവും 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യവും. വിശ്വസ്തതയും സൗമ്യതയും. ദൈവമക്കളെ, ഇത് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് പോയിന്റ് കിട്ടുകയല്ല വേണ്ടത്.
ദൈവപ്രകൃതി. ഈ കാര്യം അടിയൻ ധ്യാനിച്ച് വചനത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് പലവട്ടം ഞാൻ മുട്ടുമടക്കി, കർത്താവേ, ഇത് ജനത്തിന് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് എനിക്ക് ഈ ദിവ്യ സ്വഭാവം ഒന്ന് പകർന്നു തരണമേ. അത് ചങ്ക് പൊട്ടി ഒഴുകിയതായ ആ ഉറവയിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളല്ലോ. ക്രൂശിൽ അടിയൻ അഭയം പ്രാപിക്കുകയാണ്. വിശ്വസ്തത, ഹോണസ്റ്റി, ലോയൽറ്റി, ട്രൂ ടു ഫാക്ട്, വിശ്വസ്തത. ദൈവത്തിൻ്റെ സ്തോത്രം. വായിച്ച് എബ്രായർ 3:2 വായിച്ച്. മോശെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ, ദൈവഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ദൈവത്തിന് സ്തോത്രം. എടുത്തു പറയുകയാണത്, പൗലോസിനെ എടുത്തു പറയുകയാണ്. ദൈവഭവനത്തിലൊക്കെയും കർത്താവിനെ പോലെ മോശ വിശ്വസ്തനായിരുന്നു. വിശ്വസ്ത എന്നുള്ളതിൻ്റെ ഗ്രീക്ക് പദം പിസ്റ്റിസ് ആണ്, PISTIS. വിശ്വാസയോഗ്യവും സത്യസന്ധതയുമായ പെരുമാറ്റം. എന്തും കാര്യങ്ങൾ ഏൽപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒരു വിശ്വസ്തനായിരിക്കും, ദൈവസന്നിധിയിൽ വിശ്വസ്തൻ. ഒരു ചെറുപ്പക്കാരനാണ്, ഏറ്റവും പറ്റിയതായിരിക്കുന്നതായ ഒരു സാഹചര്യം ഒരു പെൺകുട്ടി ചേർന്ന് നടക്കേണ്ടതായിട്ട് വന്നു. തികഞ്ഞ വിശ്വസ്തത. പണസംബന്ധമായ കാര്യങ്ങൾ വിശ്വസ്തത, കുടുംബജീവിതത്തിൽ വിശ്വസ്തത. ദൈവത്തിന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതായിരിക്കുന്ന തികഞ്ഞ വിശ്വസ്തത. എന്നാൽ ഇന്നത്തെ കാലത്ത് എന്താണ് കാണുന്നത്? വളരെ വേദനാജനകമായിരിക്കുന്നൊരു കാര്യമാണ്. വിശ്വസ്തന്മാർ വളരെ ചുരുങ്ങിയിരിക്കുന്ന ഒരു സമയം. ഹു ക്യാൻ ഫൈൻഡ് എ ഫെയ്ത്ത്ഫുൾ മാൻ? സദൃശവാക്യങ്ങൾ 20:6 വായിച്ച്. സദൃശവാക്യങ്ങൾ 20:6, സങ്കീർത്തനം 12:1 വായിക്കണം. സദൃശവാക്യങ്ങൾ 20:6, സങ്കീർത്തനം 12:1. മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും? വിശ്വസ്തനായ ഒരുത്തനെ ഭൂമിയിൽ ആര് കണ്ടെത്തുമെന്നാണ് ചോദിക്കുന്നത്. ഹു ക്യാൻ ഫൈൻഡ് എ ഫെയ്ത്ത്ഫുൾ മാൻ ഇൻ ദിസ് വേൾഡ്? ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 12:1 വായിച്ചേ. സങ്കീർത്തനം 12:1. യഹോവേ രക്ഷിക്കണമേ, യഹോവേ രക്ഷിക്കണമേ. ദൈവ സങ്കീർത്തനക്കാരൻ കരയുകയാണ്, യഹോവേ രക്ഷിക്കണമേ. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. അടുത്ത വാക്യം. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. Faithfulness and faithful vanish from among men. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ഭൂമുഖത്ത് നിന്ന് കാണാനില്ലാത്ത വിധത്തിൽ അപ്രത്യക്ഷമാകുന്ന ഒന്നാണ് വിശ്വസ്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. എവിടെ കണ്ടുകിട്ടുമെന്നാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. എനിക്ക് നിങ്ങളോടും എന്നോട് തന്നെയും ഒരു വെല്ലുവിളി പോലെ നിങ്ങൾക്കൊന്ന് കേൾക്കാമോ? ഞാൻ ഒരാൾ ദൈവത്തിൻ്റെ മുൻപിലും മനുഷ്യൻ്റെ മുമ്പിലും തികഞ്ഞ വിശ്വസ്തനായി നിന്നുകൊള്ളാം. വിശുദ്ധിയുടെ കാര്യത്തിൽ, പണസംബന്ധമായ കാര്യത്തിൽ, വാക്ക് പാലിക്കുന്നതായ കാര്യത്തിൽ, ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന താലന്തുകളുടെ കാര്യത്തിൽ, സുവിശേഷ വേലയുടെ കാര്യത്തിൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, വാക്ക് പാലിക്കുന്ന കാര്യത്തിൽ തികഞ്ഞ വിശ്വസ്തയോടെ നിൽക്കാമെന്ന് അരുമനാഥൻ്റെ കാൽപാദം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിർണായകമായ ഒരു തീരുമാനം എടുക്കുവാൻ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് തയ്യാറാണ്. ദൈവം പ്രസാദിക്കും. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, ഈ അബ്രഹാമിൻ്റെ കാര്യം നാം ധ്യാനിച്ചു, മോശയുടെ കാര്യം നാം ധ്യാനിച്ചു. നമുക്ക് ഒരാളെക്കുറിച്ചും കൂടി ചിന്തിക്കുവാനായിട്ടുണ്ട്. പഴയ നിയമത്തിൽ നിന്നാണ് നമ്മൾ ധ്യാനിക്കുന്നത്, നമുക്ക് തുടർന്ന് പുതിയ നിയമത്തിൽ നിന്ന് ധ്യാനിക്കാം. പഴയ നിയമത്തിൽ ഒരാളുടെ കാര്യം കൂടി. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ദൈവം സ്നേഹിക്കുന്ന ഒരു ദൈവം ഇതിൽ ആരാണ് വായിച്ചത്? അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ദാവീദിനെ രാജാവായി വാഴിച്ചു. ഞാൻ ഈശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. എ വെൽ ബിലവഡ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ബോധിച്ച പുരുഷൻ, എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. ദാവീദ് എന്ന് പറഞ്ഞ പേരിൻ്റെ അർത്ഥം തന്നെ ഗോഡ്സ് ബിലവഡ് എന്നാണ്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്ക് ബോധിച്ച പുരുഷൻ. ഇസ്രായേലിൻ്റെ മധുരഗായകൻ. നന്നായിട്ട് പാടുമെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. ഫിലിസ്ത്യ മല്ലൻ്റെ തല വെട്ടി ഒരു കയ്യിൽ ആ തലയും മറ്റേ കയ്യിൽ വാളുമായിട്ട് വരുന്നതായ ആ ദാവീദ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മല്ലനായിരുന്നു, കരുത്തനായിരുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിരുന്നു. അതേ സമയത്ത് ഞാൻ ഒരു കാര്യം അല്പം വേദനയോടെ പറയട്ടെ. ജീവിതത്തിൽ പ്രകടമായി വീഴ്ച പറ്റി. ആടുകളെ മേയിച്ചിരിക്കുന്ന രംഗത്ത് നിന്ന്
അരുമനാഥൻ്റെ കരുത്തുള്ളതായ കരം പിടിച്ചു കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ ഇരുത്തി സർവവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയും അനുഭവിച്ചു. ജീവിതത്തിൽ ഉയർച്ച വന്നപ്പോൾ ആത്മീയത്തിൽ തകർച്ച വന്നു. നോട്ടത്തിൽ തെറ്റുപറ്റി പാപത്തിലേക്ക് പോയി. അവിഹിതമായ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു. അവിഹിതമായൊരു കുഞ്ഞ് ലഭിച്ചു. ഞാൻ അതിനകത്തേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയാമോ? ഒരന്യ സ്ത്രീയിലൊരു കുട്ടി ജനിച്ചവൻ, ആ സ്ത്രീയുടെ ഭർത്താവിനെ കൊലയ്ക്ക് കൊടുത്തവൻ, മദ്യപിച്ചവൻ, വഞ്ചകൻ, ഒരു നന്മയും പറയാനില്ലാത്തവൻ, ദൈവം ഏറെ ഉയർത്തി വളർത്തി അനുഗ്രഹിച്ചു താലോലിച്ചു പോറ്റി ഒരു പെറ്റതള്ളയേക്കാൾ കൂടുതൽ വാത്സല്യിച്ച് ഈ മകനെ പോലെ കൊണ്ടു നടന്നു. പക്ഷെ പ്രകടമായ വീഴ്ച പറ്റി. ദൈവമക്കളെ, എന്താ ഞാൻ അരുമനാഥൻ്റെ പൊന്നുമുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് പറയട്ടെ, ഏതു കൊടും പാപിയെയും വിശുദ്ധീകരിക്കുവാൻ ദൈവത്തിൻ്റെ കരുണയുള്ള കരം ശക്തമാണ്. കൊലപാതകൻ, വേശ്യാവൃത്തിക്കാരൻ, വഞ്ചകൻ ഇപ്പോൾ ആരാണ്? ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കരികട്ടെ തീ പിടിപ്പിക്കാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പുനനാമം മാത്രം മുഖത്തുപെടുവാറാകട്ടെ. ദൈവമക്കളെ, അതിനാണ് വചനം. യഹോവയായ ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കലേക്ക് പറഞ്ഞു അയച്ചു. ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയാണ്. ഇത്രമാത്രം പ്രകടമായ പാപം ചെയ്തതിന് ശേഷവും ഒന്നും സംഭവിക്കാത്തതുപോലെ അധികാരത്തോടെ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ദാവീദ് ദൈവത്തെ മറന്നു. നല്ലവനായ ദൈവം ദാവീദിനെ മറന്നില്ല. ആത്മാവിൻ്റെ അധികാരത്തോടെ നാഥാൻ പ്രവാചകനെ പറഞ്ഞയച്ചു. വിരൽ ചൂണ്ടിക്കൊണ്ട് ദാവീദിൻ്റെ നേരെ കരുത്തോടെ നിന്നുകൊണ്ട് പറഞ്ഞു, ആ വൃത്തികെട്ട മനുഷ്യൻ നീ തന്നെ, ആ കൊലപാതകൻ നീ തന്നെ, ആ വേശ്യാവൃത്തിക്കാരൻ നീ തന്നെ, ആ വഞ്ചകൻ നീ തന്നെ. ഈ വിരൽ എൻ്റെ നേരെയാണോ നിങ്ങളുടെ നേരെയാണോ ഇപ്പോൾ നീണ്ടുവരുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ വിരൽ ഇപ്പോൾ ആരുടെ എല്ലാം നേരെ താണിറങ്ങി വരുന്നുണ്ട്, നേരെ ചൂണ്ടുന്നുണ്ട്. അതെൻ്റെ നേരെയാണ്, എൻ്റെ നേരെയാണ്, എൻ്റെ നേരെയാണ്. ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ ഗുണം എന്താണെന്നോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി എന്ന് തകർന്ന് വീണ് കുറ്റസമ്മതത്തോടെ ഏറ്റു പറഞ്ഞു. നന്ദിയോടെ സ്തോത്രം കരച്ചു തുടങ്ങി. എൻ്റെ ദൈവമേ, നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു തരണമേ, എന്നെ ഒന്ന് നന്നായി കഴുകണമേ. ഹല്ലേലൂയ, എൻ്റെ പാപം പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവമക്കളെ, നിങ്ങൾക്കൊന്ന് കുരിശിൻ ചോട്ടിലേക്ക് വരാമോ? യഹോവയായ ദൈവം അവൻ്റെ പാപത്തെ ക്ഷമിച്ചു എന്ന് മാത്രമല്ല, അവനെ കഴുകിയെന്ന് മാത്രമല്ല, ആ ദൈവത്തിൻ്റെ ഹൃദയം പ്രസാദിക്കുന്ന, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാക്കി മാറ്റി. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് സ്വർഗരാജ്യം തുറക്കുന്നത്. നിങ്ങൾ ക്രൂശിൻ ചോട്ടിലേക്ക് വന്നു. ഏത് കൊടുമ്പാപിക്കും വരാം, കൊലപാതകനും വരാം, ഭ്രൂണഹത്യ നടത്തുവനും വരാം, ദൈവത്തിന് സ്തോത്രം മദ്യപാനിക്ക് വരാം, വഞ്ചകന് വരാം, മോഷ്ടാവിന് വരാം. ഹല്ലേലൂയ, ഏത് കൊടുമ്പാപിക്കും ഇപ്പോൾ ക്രൂശിൻ ചോട്ടിലേക്ക് വരുവാൻ ദൈവം സ്നേഹത്തോടെ മാടി വിളിക്കുകയാണ്. നിങ്ങൾക്കൊന്ന് വരാമോ? ഞാനും വരികയാണ്. അവിടെ പാപമോചനമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ശാപമോക്ഷമുണ്ട്, അവിടെ രോഗശാന്തിയുണ്ട്. ഹല്ലേലൂയ, ആ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുകയാണ്. ഏത് വൃത്തികെട്ട പാപിയെയും സുഗന്ധം പേറുന്നതായ ഒരു വിശുദ്ധനാക്കി മാറ്റുവാൻ കഴിവുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗുണകരമായ രക്തം ഇപ്പോൾ നിങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പ്രവർത്തിക്കട്ടെ, കർത്താവ് രൂപാന്തരപ്പെടുത്തട്ടെ, കർത്താവ് വിശുദ്ധീകരിക്കട്ടെ, കർത്താവ് വാഴ്ത്തട്ടെ, സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി മാറ്റട്ടെ. നമുക്ക് മടങ്ങാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ദൈവമേ, ഈ സ്വർഗീയ നിമിഷത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വഞ്ചകനും വ്യഭിചാരിയും കൊലപാതകനുമായ ദാവീദിനെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വിശുദ്ധനാക്കി മാറ്റിയ കാൽവറിയിലെ സ്നേഹമേ, നിന്റെ രക്തമാർന്നിരിക്കുന്ന ക്രൂശിൻചോട്ടിലേക്ക് അടി ഞങ്ങൾ വരികയാണ്. ഞങ്ങളെ ശക്തീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ, കഴുകണമേ, വെടിപ്പാക്കണമേ. പരിശുദ്ധന്മാരുടെ നിരയിൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി ചേർത്ത് അനുഗ്രഹിക്കണമെന്ന് യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം.